ഞാനിവിടെ പറയുന്നത് അതിവ്യക്തമായിട്ട് പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപം സുരക്ഷിതമാണെന്ന് കരുതി ഒരു 5 വർഷക്കാലം ഞങ്ങൾ ഏജന്റിന്റെ കയ്യിൽ 10,000 രൂപ വെച്ചിട്ട് പണം അടച്ചു. ആ പണം എടുക്കാൻ പോയപ്പോഴത്തേക്കും ആ പണം അവിടെ ഇല്ല. അപ്പോൾ ആ പണം മുഴുവൻ ഇവർ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്തു. ആ ഒരു കാര്യം ഒന്ന് വിശദമായിട്ട് പറയാനാണ്. അപ്പോൾ നിങ്ങൾ പലരും പോസ്റ്റ് ഓഫീസ് വഴി നിക്ഷേപം നടത്തുന്നവരും ഏജന്റ് പണം മേടിച്ചിട്ട് പോയി അടയ്ക്കുന്നവരും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഏജന്റ് പണം മേടിച്ചിട്ട് കൊണ്ട് അടയ്ക്കുന്നു. ഈ രീതിയിലായിരിക്കും പോകുന്നത്. കൃത്യമായി ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഈ പണം അവിടെ പോസ്റ്റ് ഓഫീസിൽ എത്തിയില്ല എങ്കിൽ ഇത് ഒരിക്കലും ഈ പണം തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനും എന്റെ കുടുംബം. 7,500 വെച്ചിട്ട് അമ്മയുടെ പേരിലുള്ള തന്നെ ഒരു 7,500 മാസം അടയ്ക്കുന്നുണ്ടായിരുന്നു. അത് അനിയൻ തുടങ്ങുന്നതിന് 1 വർഷം മുമ്പേ ഇത് അമ്മ തുടങ്ങി. അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കേൾക്കുന്ന ഒരു നിക്ഷേപമാണ്, കൃത്യമായി റിട്ടേൺ കിട്ടും, നമുക്ക് ലാഭമാണെന്നുള്ള ധാരണയാണ് നമ്മൾ ചെയ്യുന്നത്. 7,500 5 വർഷം കാലാവധി തീർന്നു. അതായത് 2021-22 22 അവസാനത്തോടെ ഈ 5 വർഷത്തെ കാലാവധി തീർന്നു. ഈ പണം എടുക്കാൻ വേണ്ടിയിട്ട് എവരെയും കൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസിലോട്ട് പോയത്. പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ ഇതിന്റെ ഏകദേശം 2 ലക്ഷം രൂപയോളം കുറവ് ഇവർ പല മാസം അടച്ചിട്ടില്ല. അത് വിട്ടിട്ടാണ് ചെയ്യുന്നത്. പകുതിയോളം പണം അവിടെ അടച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് സംശയമായി. അപ്പോൾ 7,500 പകുതി പൈസ അവിടെ എത്തിയിട്ടുള്ളൂ. ആ 10,000 പാസ്ബുക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ അത് വിസമ്മതിക്കുകയാണ്. പാസ്ബുക്ക് തരാൻ പറ്റില്ല, കൃത്യം അടയ്ക്കുന്നുണ്ട്, പൈസ പിന്നെ തന്നു. ഇതിന്റെ പൈസ മാത്രം ചെറിയൊരു പ്രശ്നം വന്നു, ബാക്കി തരാം. അങ്ങനെ അമ്മ അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ പാസ്ബുക്ക് കൊണ്ടുവന്നു. ആ പാസ്ബുക്ക് കൊണ്ടുവന്നപ്പോൾ നിലവിൽ പാസ്ബുക്കിൽ ഒരു 10 മാസത്തെ പൈസ മാത്രമേ അടച്ചിട്ടുള്ളൂ. ഏകദേശം 50 മാസം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മാസത്തെ പൈസ മാത്രമേ ഇവരോട് അടച്ചിട്ടുള്ളൂ.